സാർ, പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺവ അവിടെ പട്ടാള ബാരക്കുകൾക്ക് നേരെ അല്ലെ അവരുടെ ഒരു ക്യാമ്പിന് നേരെ താലിബാൻ്റെ ഒരു ആക്രമണം ഉണ്ടായെന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണോ? നമ്മൾ ഖൈബർ ഈ റമദാൻ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആക്രമണം നടന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതെ അതെ. അവിടെ ഏറ്റവും വലിയ ഒരു മദ്രസ അത് ആക്രമിച്ചത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മറ്റേ മതനേതാവിനെ കൊന്നതുമൊക്കെ ഹക്കാനി കൊന്നതുമൊക്കെ നമ്മൾ എടുത്തിരുന്നു. അത് അന്ന് എന്തായിരുന്നു ശരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് താലിബാൻ അനുകൂല മദ്രസയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് താലിബാൻ്റെ തന്നെ ഉള്ളിലെ ചേരിപ്പോരാണ് എന്നാണ് വ്യക്തമാവുന്നത്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ബന്നു കണ്ടോൺമെൻറ്റിൽ ഖൈബർ പഖ്തൂൺവയിൽ ബന്നു എന്ന് പറഞ്ഞ കണ്ടോൺമെൻറ്റിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അത് 2 ചാവേറുകൾ ഇതിൻ്റെ ഈ കോമ്പൗണ്ട് ഉണ്ടല്ലോ പട്ടാളത്താവളത്തിൻ്റെ അതിൻ്റെ ഗേറ്റിലേക്ക് എൻട്രൻസ് ഗേറ്റിലേക്ക് ഈ സ്ഫോടകങ്ങൾ നിറച്ച വാഹനങ്ങൾ 2 ചാവേറുകൾ ഓടിച്ച് കയറ്റുന്നു. അതിനുശേഷം 6 പേര് മറ്റേ ഭടന്മാർ ഇവരുടെ അങ്ങോട്ട് താലിബാനും വേറൊരു സംഘടനയുണ്ട് ഇരച്ചു കയറിയിട്ട് ആക്രമണം നടത്തുകയാണ്. അവരും കൊല്ലപ്പെടുകയാണ്. പക്ഷേ ഈ ചാവേർ ആക്രമണത്തിൽ അടുത്തുള്ള ഈ പട്ടാളക്കാരുടെ വീടുകൾക്കുമൊക്കെ നാശം വന്നു. ഒരു പള്ളി മോസ്കിനും കുഴപ്പം പറ്റി. പള്ളിയുടെ മേൽക്കൂര തകർന്ന് വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ടവരിൽ 6 പേര് കുട്ടികളാണ്. ആശുപത്രിയിൽ നിന്നുള്ള പട്ടിക നോക്കുമ്പോൾ അപ്പോൾ റംസാൻ വ്രതാരംഭം വന്നിട്ടും അക്രമത്തിന് അതെ ഇത് ഈ ബന്നു എന്ന് പറഞ്ഞ സ്ഥലം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് IS ഗുലാത്തി എന്ന് പറഞ്ഞിട്ടൊരു എക്കണോമിസ്റ്റ് കേരളത്തിൽ ജീവിച്ചിരുന്നു. തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു അദ്ദേഹം ഇടയ്ക്ക്. അപ്പോൾ ഈ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉള്ളൂരിൽ നിന്ന് താഴെ പോകുമ്പോൾ ആ ദളവാക്കുന്ന് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്താണല്ലോ CDS ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് അദ്ദേഹത്തിൻ്റെ അഭയാർത്ഥിയായിട്ട് അദ്ദേഹം പലായനം ചെയ്ത് ഡൽഹിയിൽ വന്ന കഥ കുറേ നേരം ഞാൻ കേട്ടിട്ടുണ്ട്. മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ കവർ സ്റ്റോറി ആയിരുന്നു. ഒരിക്കൽ ഗുലാത്തി എവിടുന്ന് വന്നതാ? പുള്ളി വന്നത് ഈ ബന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പലായനം ചെയ്തത്. അത് ശരി. അതാണ് ഈ ആക്രമണം ബന്നു കന്റോൺമെന്റ് എന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഗുലാത്തി അദ്ദേഹത്തിൻ്റെ അഭയാർത്ഥിയായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെയാണ് വന്നത്, ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ. വളരെ നല്ല നന്മകൾ ഒരുപാടുള്ള ഒരാളാണ്. മറ്റേ ഡോക്ടർ KN രാജൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് വീട് വെച്ചത്. ബേക്കറിൻ്റെ വീട് ആ ഇഷ്ടികയൊക്കെ ആയിട്ടുള്ള. കുറേ നേരം കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓർക്കുന്നുണ്ടെന്ന്. ബന്നുവിൽ നിന്നാണ് അദ്ദേഹം അഭയാർത്ഥിയായിട്ട് വന്നത്. അപ്പോൾ ആ ബന്നുവിലാണ് ഈ കന്റോൺമെൻറ്റിൽ ആക്രമണം നടന്നത്. അപ്പോൾ ജയ്ഷുൽ ഫുർസാൻ എന്ന് പറഞ്ഞൊരു സംഘടനയും TTP താലിബാൻ പാകിസ്ഥാൻ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ TTPയും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വാർത്ത ഡോണിലും വായിച്ചു, പാകിസ്ഥാനിലെ പത്രത്തിൽ. മറ്റു പത്രങ്ങളിൽ വായിച്ച ശേഷം ഡോൺ ഒന്ന് നോക്കി. അപ്പോൾ ഡോണിൽ അവർ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ച ഹാഫിസ് ഗുൽ ബഹാദൂർ HGB എന്ന ഗ്രൂപ്പ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതായിട്ട് ഡോണിൽ പറയുന്നുണ്ട്. അത് പക്ഷേ TTPയുടെ ഒരു പോഷക സംഘടനയാണ്. അപ്പോൾ മറ്റു പത്രങ്ങളിൽ TTP എന്ന് തന്നെ ചേർത്തതായിരിക്കും. ഈ ഡോൺ പറയുന്ന HGB ഹാഫിസ് ഗുൽ ബഹദൂർ 2020 ജൂലൈയിൽ, കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ ഈ ബന്നു കന്റോൺമെൻറ്റിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. ഒരു കൊല്ലം മുമ്പ് 8 ഭടന്മാർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. 10 ഭീകരരും ഉന്മൂലനം ചെയ്യപ്പെട്ടു. തിരിച്ചാക്രമണം നടക്കുമല്ലോ, ഇപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട്. ഈ 6 ഭീകരരും കൊല്ലപ്പെട്ടു. ആകെ 15 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതും അന്ന് ഈ ഹാഫിസ് അൽ ബഹദൂർ ആണ്. ഹാഫിസ്
അൽ ബഹദൂർ ആണ് നടത്തിയത്. 2022 നവംബറിൽ TTP വെടിനിർത്തൽ അവസാനിപ്പിച്ചിരുന്നു. TTP അത് കഴിഞ്ഞാണ് ഈ ആക്രമണങ്ങൾ ഇങ്ങനെ തുരുതുരാ നടക്കുന്നത്. ആ താലിബാനിൽ മറ്റേ താലിബാൻ അനുകൂല മദ്രസയിൽ റമദാൻ്റെ തലേന്ന് ആക്രമണം നടന്നല്ലോ. അത് കൊന്നധികം ആയില്ലല്ലോ, കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ 2 ചാവേറുകൾ ഇന്നലെ വൈകുന്നേരം ആണ് ഈ മതിൽ പൊളിച്ച ശേഷം അവർ 2 വാഹനങ്ങളിൽ വന്ന് സ്ഫോടനങ്ങൾ നടത്തി മതിലൊക്കെ പൊളിച്ച ശേഷമാണ് താവളത്തിലേക്ക് സേന കയറുന്നത്. 30 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഇഫ്താർ കഴിഞ്ഞിരുന്നു. ഇഫ്താർ കഴിഞ്ഞ നേരത്താണ് ഈ പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ ജെയ്ഷ് ഉൽ ഫർസാൻ ഈയിടെയാണ് ഈ തെഹ്രീക്ക് പാകിസ്ഥാനുമായിട്ട് ചേർന്നത് എന്നൊരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ തന്നെ വേറെ സംഘടനകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ. TTP കൊല്ലപ്പെട്ടവരിൽ 7 കുട്ടികളുണ്ട് ഇന്ന് റിപ്പോർട്ടുകളുണ്ട്. വീടുകൾ, കെട്ടിടങ്ങൾ, വീടുകളുടെ മേൽപ്പുരകൾ, ചുവരുകൾ, ഭിത്തികളൊക്കെ തകർന്നതായിട്ടും പറയുന്നുണ്ട്. അടുത്തുള്ള മോസ്കിൻ്റെ മേൽക്കൂരയും തകർന്നു വീണു. ആ സമയത്ത് വിശ്വാസികൾ അകത്തുണ്ടായിരുന്നു. 2 കാർ ബോംബുകൾ, SUBIED കാർ ബോംബുകൾ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് 2 കാർ ബോംബുകൾ ഈ പട്ടാളക്കാരുടെയൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്ഫോടനം ആദ്യം നിർവഹിച്ചതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാണ് 5-6 ഭീകരർ അകത്തേക്ക് കയറിയത്. പിന്നെ ഭീകരരും മറ്റവരുമായിട്ട് ഏറ്റുമുട്ടൽ നടത്തുകയാണ് പട്ടാളവും. ഫെബ്രുവരി 28-ാം തീയതിയാണ് ഹമീദുൽ ഹക്കാനിയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഈ മതനേതാവിനെ കൊല്ലുന്നത്, അവിടെ താലിബാൻ അനുകൂല മദ്രസയിൽ കൊല്ലുന്നത്. ഈ അന്ന് 4 വിശ്വാസികളും കൂടി കൊല്ലപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ ആളുകൾ പുറത്തു വരുമ്പോഴായിരുന്നു അന്ന് ചാവേർ സ്ഫോടനം നടന്നത് ആ മദ്രസയിൽ. അതും ഖൈബർ പഖ്തൂൺഖ്വയിൽ തന്നെയാണത്, ഒരേ മേഖലയിൽ തന്നെയാണ് നടക്കുന്നത്. നോർത്ത് വെസ്റ്റ് പാകിസ്ഥാനാണത്, വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ. അപ്പോൾ സ്ഫോടകം നിറച്ച 2 വാഹനങ്ങൾ ഈ കോമ്പൗണ്ട് വാളും എന്ന് പറഞ്ഞാൽ മതിലും പ്രധാനപ്പെട്ട ഗേറ്റും തകർത്തു. ഈ ഭീകരരും കൊല്ലപ്പെട്ടു. ഈ സ്ഫോടനം കാരണം 2 ഗർത്തങ്ങൾ രൂപപ്പെട്ടതായിട്ട് വാർത്തകളിൽ കാണുന്നുണ്ട്. 4 അടി താഴ്ചയുള്ള ഗർത്തങ്ങൾ ആണ്. 8 വീടുകൾ നാശമായിട്ടുണ്ട്. അപ്പോൾ റമദാൻ തുടങ്ങി 3ാമത്തെ ആക്രമണമാണ് ഈ നടക്കുന്നത്. 2024 ഇത്തരം ആക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ 1600 പേര് കൊല്ലപ്പെട്ടു. കാബൂൾ താവളമാക്കിയിട്ടാണ് താലിബാൻ ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ച ഹാഫിസ് ഗുൽ ബഹദൂർ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് TTPയുടെ പോഷക സംഘടനയാണെന്ന് ഡോണിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സാർ, അപ്പോൾ ഈ പറയുന്ന ഖൈബർ പഖ്തൂൺഖ്വ എപ്പോൾ വേണമെങ്കിലും ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇനി പാകിസ്ഥാൻ ആർമിക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? പ്രയാസമാണ്. ഈ ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലും പട്ടാളത്തിനൊന്നും അങ്ങനെ കടന്നു ചെല്ലാൻ തന്നെ കഴിയുന്നില്ല. ഈ സത്യത്തിൽ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാന്റെ 40% ബലൂജ് മേഖല, ബലൂജാണ് ഈ ലാൻഡ് എന്ന് പറയുന്നത്. എല്ലതും 40%. അവിടെയാണ് ഈ അതിഭീകരമായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അവിടെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് BLF, പിന്നെ മറ്റൊരു സംഘടനയും ബ്രാസ് എന്ന് പറയുന്ന ഈ സംഘടനകളെല്ലാം കൂടി ഒന്നിച്ചു ഒറ്റ സംഘടനയായി, ഒറ്റ യൂണിഫൈഡ് കമാൻഡ് ഒക്കെ വന്നു. അപ്പൊ നേരത്തെ ഈ 3 പേര് 3 ലക്ഷ്യമായിട്ട് നീങ്ങുമായിരുന്നു അല്ലേ? 3 ലക്ഷ്യമല്ല, വെവ്വേറെ ആക്രമണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അത് പരസ്പരം അറിഞ്ഞിട്ടില്ല, ഏകോപനം ഉണ്ടായിരുന്നില്ല. ഈ ആക്രമണങ്ങൾക്കൊരു ഏകോപനം വരും ബലൂചിസ്ഥാനിൽ. ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരു ഒറ്റ കമാൻഡ്, ഒറ്റ പട്ടാളം, അത് കമ്മിറ്റികൾ, ഒറ്റ സമിതി, പട്ടാള സമിതി.
മറ്റു വകുപ്പുകളും ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു ആർമിയായിട്ട് ഇതങ്ങ് മാറുകയും ചെയ്യാം അല്ലേ, ഒരു രാജ്യമൊക്കെ. അതെ, അവർ ബലൂചിസ്ഥാൻ നാഷണൽ ആർമി എന്നാണ് ഇനി അറിയപ്പെടുക, BNA. അപ്പോൾ ഒരു സ്വന്തമായ പട്ടാളം, ആ കേഡർ അണികളെല്ലാം കൂടി ഒന്നിച്ചു വരികയാണ്, എന്നിട്ട് വിഭജിക്കുകയാണ്. പട്ടാള വിഭാഗം വേറെ ഉണ്ടാവും, മറ്റു കാര്യങ്ങൾക്കുള്ള വിഭാഗങ്ങൾ വകുപ്പുകളും ഒക്കെ വേറെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഫോർമേഷൻ പോലെയാണ് അത് നടന്നിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കുതിക്കുന്ന പാകിസ്ഥാന്റെ തലയ്ക്ക് വീണ്ടും ഒരു ആഘാതം എന്ന് പറയാം അല്ലെ, ഈ നോമ്പ് കാലത്ത് പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അതെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.